ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ എല്ലാ പ്രിയ ശ്രോതാക്കളെയും പുതിയൊരു വചനചിന്തയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും സുപരിചിതമായ രണ്ട് വസ്തുക്കളാണ് മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാടിയും ജനാലയിലെ ഗ്ലാസും. നമുക്കറിയാം, ഈ രണ്ട് വസ്തുക്കൾ നിർമ്മിച്ചിരിക്കുന്നത് ഗ്ലാസിൽ നിന്നാണ്. മുഖം നോക്കുന്ന കണ്ണാടി എപ്പോഴും അതിൽ നോക്കുന്നയാളെ പ്രതിഫലിപ്പിക്കുമ്പോൾ, ജനാലയിലെ ഗ്ലാസ് എപ്പോഴും കാണിച്ചു തരിക ജനാലയ്ക്ക് പുറത്തുള്ളവരുടെ ചിത്രമാണ്, മുഖമാണ്. നമുക്കറിയാം, സാധാരണ ഒരു ഗ്ലാസിനെ മുഖം നോക്കുന്ന കണ്ണാടിയാക്കി മാറ്റുക അതിൻ്റെ പിൻവശത്തുള്ള അലുമിനിയം അഥവാ സിൽവറിൻ്റെ നേർത്തൊരു പാളിയാണ്. പലപ്പോഴും നമ്മുടെയൊക്കെയും ഹൃദയത്തിലെ ഈയൊരു നേർത്ത പാളിയാണ് മറ്റുള്ളവരിലേക്ക് എന്നെ നോക്കാൻ അനുവദിക്കാതെ എന്നിലേക്ക് തന്നെ നോക്കുവാനായിട്ട് പ്രേരിപ്പിക്കുക. ഇന്നത്തെ സുവിശേഷ ഭാഗത്തും ഇപ്രകാരം മുഖം നോക്കുന്ന കണ്ണാടികളാകുന്ന ഫരിസേയരെയാണ് കാണുവാനായിട്ട് സാധിക്കുക. ഫരിസേയർ എപ്പോഴും തങ്ങളിലേക്ക് തന്നെ നോക്കി നിയമത്തിൽ ജീവിതത്തെ പൂർണ്ണമായും സമർപ്പിച്ച് മറ്റുള്ളവരെ കുറ്റം പറയുന്ന ഒരു വിഭാഗമായി വളർന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഗോതമ്പ് വയലിലൂടെ യേശുവും ശിഷ്യരും സാബത്ത് ദിവസം നടന്നു നീങ്ങുന്നു. യാത്രാമധ്യേ ഒത്തിരിയധികം വിശന്ന യേശുവിൻ്റെ ശിഷ്യർ ഗോതമ്പ് ധാന്യം പറിച്ചെടുത്ത് ഭക്ഷിക്കുന്നുണ്ട്. ഇവിടെയാണ് ഫരിസേയർ പറയുക, നിന്റെ ശിഷ്യന്മാർ സാബത്ത് വിശുദ്ധമായി ആചരിക്കുന്നില്ല എന്ന്. യഹൂദരുടെ അലിഖിത നിയമമായ മിഷ്നയിൽ പ്രധാനമായും 39 തരം നിയമങ്ങളെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നുണ്ട്. വിത്ത് വിതറുവാൻ പാടില്ല, വിളവ് കൊയ്യുവാൻ പാടില്ല, തവിടെടുത്ത് മാറ്റുവാൻ പാടില്ല, ഭക്ഷണം പാകം ചെയ്യുവാൻ പാടില്ല. ഇങ്ങനെ നീണ്ട 39 നിയമങ്ങൾ, അലിഖിത നിയമങ്ങൾ മിഷ്നയിലുണ്ട്. ഇത് യേശുവിൻ്റെ ശിഷ്യന്മാർ തെറ്റിച്ചതാണ് ഫരിസേയരെ ചൊടിപ്പിക്കുക. യേശു അവരോട് അതിമനോഹരമായി തന്നെ ഉത്തരം പറയുന്നു, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സാബത്ത് എപ്പോഴും മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് യേശു അവരെ ഓർമ്മപ്പെടുത്തുന്നു. എപ്പോഴും നാം ഓർക്കണം, സ്നേഹത്താൽ നയിക്കപ്പെടുമ്പോൾ നിയമം നല്ലതാണ്. എന്നാൽ കരുണ മറച്ചുള്ള നിയമങ്ങൾ എപ്പോഴും മനുഷ്യൻ്റെ നാശത്തിലേക്ക് വഴിതെളിക്കും. ഫരിസേയർ മുഖം നോക്കുന്ന കണ്ണാടിയെപ്പോലെ എപ്പോഴും തങ്ങളിലേക്ക് തന്നെ ചുരുങ്ങുന്നൊരു ജനവിഭാഗമായിരുന്നു. എന്നാൽ യേശു ജനാലയിലെ കണ്ണാടിയെപ്പോലെ എപ്പോഴും മറ്റുള്ളവരെ നോക്കുന്നവനായിരുന്നു. വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നവനായിരുന്നു. പാർപ്പിടമില്ലാത്തവന് സാന്ത്വനമായും, ക്ഷമ നശിച്ചുപോയ ലോകത്തിന് സമാധാനമായും, നീതിബോധമില്ലാത്ത ലോകത്ത് നീതിമാനായും, ശത്രുത നിറഞ്ഞ ലോകത്ത് സ്നേഹമായുമൊക്കെ മാറി. ഈ വിശുദ്ധ ദിനം നമുക്കൊന്ന് ധ്യാനിക്കാം. എൻ്റെ ജീവിതം മുഖം നോക്കുന്ന കണ്ണാടിയെപ്പോലെ എപ്പോഴും എന്നിലേക്ക് തന്നെ ചുരുങ്ങുന്നതാണോ, അതോ ജനൽപ്പാളിയിലെ കണ്ണാടിയെപ്പോലെ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ചതാണോ എൻ്റെ ജീവിതം?